ശ്രീരാമൻ്റെ അഭിഷേകം മുടങ്ങിയതും ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതം വനവാസത്തിനായി പോകുന്നത് അറിഞ്ഞപ്പോൾ പൗരജനങ്ങൾ എല്ലാവരും കൂടി അവരെ അനുഗമിച്ചു. അപ്പോൾ വാമദേവൻ അവരെ തടഞ്ഞു നിർത്തി പറയുകയാണ്, നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സീതാദേവിയാകട്ടെ ജഗൽകാരുണിയായ ലക്ഷ്മി ഭഗവതിയാണ്, മായാഭഗവതിയാണ്. ലക്ഷ്മണനോ അനന്തനും. ഈ പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. വൈവസ്വത മന്വന്തരത്തിൽ മത്സ്യമായും പാലാഴി മഥന സമയത്ത് കൂർമ്മമായും മഹാബലിയുടെ രാജഭരണകാലത്ത് വാമനനായി വന്ന് 3 അടി അളന്നു വാങ്ങിയതും പ്രഹ്ലാദനെ പരിപാലിക്കാനായി നരസിംഹമൂർത്തിയായി അവതരിച്ചതും ഈ നാരായണൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ചോർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. രാമരാമ എന്ന് നാമം ജപിക്കൂ. ശ്രീരാമനാമം ജപിച്ചാൽ മൃത്യുഭയത്തിൽ നിന്ന് രക്ഷ നേടാം. ശ്രീരാമ സീതാ തത്വം ധ്യാനിക്കുകയാണെങ്കിൽ ശ്രീരാമനിൽ ഉറച്ച ഭക്തി ഉണ്ടാവും, മുക്തിയും സിദ്ധിക്കും. ഇത്രയും കേട്ടപ്പോൾ അവർക്ക് സമാധാനമായി. അവർ ശ്രീരാമനെയും സീതാലക്ഷ്മണന്മാരെയും യാത്രയാക്കി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ നദിക്കരയിൽ ഗുഹൻ തോണിയുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ തോണിയിൽ കയറി അവരെ അക്കരയ്ക്ക് കടത്തുകയാണ്. അപ്പോൾ ഗുഹൻ ആ കൈകേയി മാതാവിൻ്റെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ആരുടെയും ദുഃഖത്തിന് കാരണം മറ്റൊരാളല്ല, അവരവർ ചെയ്ത പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സുഖദുഃഖങ്ങൾ നമ്മെ ബാധിക്കുന്നത്. അറിവുള്ളവർ ഈ ദുഃഖങ്ങളെ ധീരമായി നേരിടും. ജ്ഞാനികളാവട്ടെ സമത്വബുദ്ധിയോടെ അത് കാണും. ഇത്രയും പറഞ്ഞ് ഗുഹൻ അവരെ നമസ്കരിച്ചു, അക്കരയ്ക്ക് കടത്തി. അതിനുശേഷം അവരെ ഭരദ്വാജ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ താമസിച്ചിട്ട് അതിനുശേഷം അവർ വാൽമീകി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വാൽമീകി അവരെ സ്വീകരിച്ചിരുത്തി. കൂട്ടത്തിൽ താൻ മുമ്പ് കാട്ടാളനായിരുന്ന കഥയും അതിനുശേഷം ഋഷീശ്വരന്മാരുടെ അനുഗ്രഹപ്രകാരം ആ രാമ എന്ന മന്ത്രം ജപിച്ച് താൻ ഇപ്പോഴത്തെ അവസ്ഥയായ വലിയ മഹാഋഷിയായി തീർന്ന ആ കഥയും പറയുന്നുണ്ട്. ആ ശ്രീരാമ നാമത്തിൻ്റെ മാഹാത്മ്യമാണ് അവിടെ വർണ്ണിച്ചത്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനേ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ ധനന്ദൻ ജനഗജാ, ലക്ഷ്മി ഭഗവതി ലോകമായാപരാ. മായാഗുണങ്ങളെ താനവലംബിച്ചു കായവേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി. ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വത മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാഥോനിധി മദനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഹൃഷ്ടിയായി തേറ്റമേൽ ശോണിനെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ
ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശപ്രവാടനം ചെയ്തതും രക്ഷാചതൂരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതീതിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി തരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ.